സാറേ, ട്രംപിന് ഇറാനിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ട്രംപ് പത്തി മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറണ്ടേ. അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത്? അതെ, അങ്ങനെയാണ്. നമ്മൾ ചില വിരികിന്റെ കാര്യം പറഞ്ഞതുപോലാണ്. പുള്ളിക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ആരുടെയെല്ലാം നമ്മൾ അതിർത്തി മാന്തുക, പണ്ട് ഈ ചില എലി ചില ജീവികളൊക്കെ ചെയ്യുന്നത് പോലെയാണ്. എവിടെങ്കിലും ഒക്കെ ചെന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാനൊക്കത്തില്ല, കിടന്നുറങ്ങാനൊക്കത്തില്ല എന്നൊരവസ്ഥ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ട്രംപ് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു സൂചനയാണ്. മുമ്പേ പ്രജകൾ സൂചിപ്പിച്ചത് ശരിയാണ്. അവിടെ അടി കിട്ടി എന്ന് പറഞ്ഞാൽ ഇറാന്റെ നിന്ന് മാത്രമല്ല, ചൈനയുടെ നിന്നും കിട്ടി. കഴിഞ്ഞ ദിവസം ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ശരിക്കും കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ അതെല്ലാം കൂടെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇനിയും മാർഗമില്ല. ഇസ്രായേലാണ് ഇതുവരെ മിണ്ടിയിട്ടില്ല. കൂടെ യുദ്ധത്തിന് എന്ന് പറഞ്ഞാലും മിണ്ടിയിട്ടില്ല. മറ്റേ നാറ്റോ സഖ്യങ്ങളെയൊക്കെ വിളിച്ചു. ബ്രിട്ടൻ അടക്കമുള്ളവർ പറഞ്ഞു താൻ തന്നെ പോയി അവിടെ ചെയ്താൽ മതി, താൻ തന്നെ എടുത്ത് ചാടിയതല്ലയോ എന്ന് പറഞ്ഞ് എല്ലാവരും കൈ ഒഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇസ്രായേലും മിണ്ടാത്ത കുറച്ച് കഷ്ടമായി പോയി. ഇസ്രായേൽ എങ്ങനെ മിണ്ടാനാ? ഇസ്രായേലിന്റെ അമേരിക്ക സഹായം ഇല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അവർക്ക് സാങ്കേതിക സൗകര്യങ്ങളും അവരുടെ മൊസാദ് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. പക്ഷെ സൈനിക ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയല്ലേ. ഇസ്രായേലിന് ടെക്നോളജി ഉണ്ട്, അത് സമ്മതിക്കാം. അത്തരം കാര്യങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ ആയുധങ്ങളും അമേരിക്ക മുന്നിൽ നിന്നിട്ടും വിടാം. അല്ലാതെ ഇസ്രായേലും ഇറാനും കൂടെ ആണെങ്കിൽ എന്നാൽ ഇസ്രായേലിന് കയറി അവരെ ഇറാൻ തകർത്തേനെ അല്ലേ, അവർ ചെയ്തേനെ. പക്ഷെ അത് അമേരിക്കയുടെ ഒരു ബലത്തിലാണ്. പുറകിൽ അമേരിക്ക ഉണ്ടെന്നുള്ളൊരു ബലത്തിലാണ് ഇസ്രായേൽ അമേരിക്കയെ വലിച്ച് ഇതിലേക്ക് ഇടവും ചെയ്തു. അവസാനം നാണക്കേട് വലുത് എന്ന് പറയുന്നത് ട്രംപിനാവുകയും ചെയ്തു. അത് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചെന്ന് ചാടാൻ പോയത്? അവരല്ലെങ്കിൽ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളിലാണ് അല്ലേ. അല്ലാതെ തന്നെ ഉള്ള യുദ്ധങ്ങളിലും അങ്ങോട്ട് ലെബനനുമായിട്ടുള്ള പ്രശ്നം 100,000 പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുകയാണ് ആ രാജ്യം. അതിനിടയിലാണ് എന്തിനാണ് ഇതിനകത്ത് അമേരിക്ക തലയിടാൻ പോയത്? അവരെ തമ്മിൽ അടിച്ചു തീർന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങളിലേക്ക് ആവശ്യം അതാണ് അമേരിക്കൻ ജനത തന്നെ പറയുന്നത് കൊണ്ടാണ്. ട്രംപിനെ പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തോ പറഞ്ഞ പോലെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകി എന്നുള്ള മട്ടില് റിപ്പബ്ലിക്കൻസ് സ്വന്തം പാർട്ടിക്കാർ പോലും പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. എന്തിനാണ് ഇത്രയും കോടി ഡോളർ കൊണ്ടുവന്ന് ഈ പശ്ചിമേഷ്യ തകർത്ത് കളഞ്ഞത് അല്ലേ? എന്തിനാണത് കളഞ്ഞത്? അത് വേസ്റ്റ് ആയിപ്പോയില്ലേ? അത് വേസ്റ്റ്. അത്രയും അമേരിക്കൻ ജനതയ്ക്ക് എന്തെങ്കിലും ഇൻഷുറൻസോ മറ്റു സെക്യൂരിറ്റീസോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെയും ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യുന്നതിന് പകരം എന്തിനിവിടെ കൊണ്ട് കളഞ്ഞു? ആർക്ക് വേണ്ടിയിട്ടാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ പുള്ളിയുടെ ഓപ്പറേഷൻസ് എല്ലാം പരാജയപ്പെട്ടു, നടക്കുന്നില്ല. അവിടെ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്, ഒരാഴ്ചക്കകം തന്നെ ഇറാനെ ഞങ്ങൾ പിടിച്ചെടുത്തുകളെ, അവരെ തകർത്തുകളെ എന്നൊക്കെ ഉള്ള ഒരു മട്ടിലാണ് അങ്ങോട്ട് പോയത്, യുദ്ധം ചെയ്യാനൊക്കെ പോയത്. ശരിയാണ്, ആദ്യത്തെ ദിവസം ഖമേനിയുടെ അടിച്ച് തകർത്ത് കളഞ്ഞ് കൊട്ടാരം അടക്കം അദ്ദേഹത്തെ കൊല്ലാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ യുദ്ധം തീരുന്നുണ്ടോ? ഇതുവരെ യുദ്ധം തീരുന്നില്ലല്ലോ. ഇതിപ്പോ ലോകത്തെ മുഴുവൻ ഇതാക്കുകയും ചെയ്തു. ഇനിയിപ്പോ ക്യൂബയിലേക്ക് നോക്കുമ്പോ ക്യൂബയിൽ നിന്ന് ഇനി എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ക്യൂബയെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ. പുള്ളിയുടെ വേറൊരു ലക്ഷ്യം അതാണല്ലോ. പുള്ളിക്ക് ഇസ്ലാമിക രാജ്യങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും പുള്ളിയുടെ ഏറ്റവും വിരോധമുള്ള രണ്ട് വസ്തുക്കളാണ് രണ്ടും. ഓരോരോ കണ്ണിതായിട്ടാണ് പുള്ളി കാണുന്നത്. ഇവര് രണ്ടുപേരുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അവർ തീവ്രത വളർത്തുന്ന അവരെ തകർക്കണം, അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളെ തകർക്കണം. അതിനാണ് ക്യൂബയുടെ നേരെ തിരിയുന്നത്. അതിന് വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ് അല്ലേ. ക്യൂബ എന്ന് പറഞ്ഞാൽ കാസ്ട്രോയുടെയൊക്കെ കാലം മുതൽ തന്നെ വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ്. അവരങ്ങനെ വലിയ പ്രശ്നം അമേരിക്കയോട് ചേർന്ന് കിടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതല്ലാതെ അതിൽ എത്രയോ വർഷങ്ങളാണ് അല്ലേ ഫിഡൽ കാസ്ട്രോയ്ക്ക് നേരെയൊക്കെ എത്രയോ ശ്രമങ്ങൾ ഏതെല്ലാം അമേരിക്കൻ പ്രസിഡന്റുമാർ നടത്തി നോക്കിയതാണ്. പക്ഷെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ, ചൈന അയൺ കർട്ടൻ ഇട്ടതുപോലെ തന്നെ ഒരു ഇരുമ്പ് മറയ്ക്കകത്ത് ആ രാജ്യം സുരക്ഷിതമായിട്ട് കഴിയുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ രക്ഷ ഇനിയിപ്പോ അതാണ്. ചൈനയോടൊന്നും ചെയ്യാനൊക്കത്തില്ല. കഴിഞ്ഞ ദിവസം ചൈനയിൽ പോയി പുള്ളി പണിയും മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത് പറയുന്നത് നമ്മുടെ അടുത്ത് കിടക്കുകയല്ലേ, ഇനി ക്യൂബയ്ക്ക് നേരെ തിരിയാവുന്നുള്ളതാണ്. അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ നീക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എന്റെ ലക്ഷ്യം ക്യൂബയെ തകർക്കുക. അതിനാദ്യമായിട്ട് അവിടത്തേക്കുള്ള സപ്ലൈ ഒക്കെ കട്ട് ചെയ്യുക. അവിടത്തേക്കുള്ള എണ്ണ, ഭക്ഷ്യവസ്തുക്കള്, അതേപോലെ തന്നെ സപ്ലൈ ഇലക്ട്രിസിറ്റി, ഇതെല്ലാം പണ്ട് ഇറാനെ ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഇറാനോട് അവസാനം പറഞ്ഞത് പുള്ളി അവസാനം പറഞ്ഞത് ഞാനുമായിട്ട് സമാധാനം ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും പ്രാകൃത പണ്ടൊട്ടകത്തിനെ തീറ്റുന്ന രാജ്യമായിട്ട് മാറ്റിക്കളെ. അതേപോലെ തന്നെ വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാത്ത ഒട്ടകവുമായിട്ട് മരുഭൂമിയിൽ പോകുന്ന രാജ്യമായിട്ട് ഇറാനെ പഴയ പേർഷ്യയെ ഞാൻ മാറ്റി മക്കളെ എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയൊക്കെ ചെയ്തായിരുന്നു. അവരതൊന്നും വകവെച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ക്യൂബ എടുക്കും അതാ പറയുന്നത്. ക്യൂബയെ ഞാൻ അങ്ങനെ മരുഭൂമിയാക്കി കളയുമെന്നാണ് പറയുന്നത്.
ഉം. അല്ല, ഇവിടെ വെള്ളവും വെളിച്ചവും വായുവും പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ആര് ചോദിക്കാനാ അവിടെ? സർ, ഈ അമേരിക്കൻ വർഷം പ്രസിഡന്റ് ആദ്യമാണ് വെനസ്വേലയില് അതാ സൈനിക നടപടി നടത്തി. സൈനിക നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമായിട്ടാണ്. പ്രസിഡന്റ് മഡറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതെ അപ്പോ അതെ ഇങ്ങനെ ഇറാനിൽ പ്രശ്നമുണ്ടാക്കുന്നു, വെനസ്വേലയിൽ പ്രശ്നമുണ്ടാക്കി. വെനസ്വേലയിൽ ഓയിൽ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇത് കൃത്യമായ ഒരു ധാരണയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് എന്ന് പറയാം. പക്ഷെ ട്രംപ് ആണെങ്കിൽ ഇതൊന്നും അല്ലാതെ സത്യത്തിൽ ട്രംപ് ഈ പദവി ഒഴിഞ്ഞു പോകുമ്പോ അമേരിക്ക എന്ന് പറയുന്ന ഇതുവരെ എന്താ പറയാ നമ്പർ 1 ആയിട്ടുള്ള ഒരു കൺട്രി അത് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് പോവുകയല്ലേ ചെയ്യുക? ഇപ്പോഴേ രണ്ടു തരത്തിലുള്ള വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ വരുന്നുണ്ട്. മുമ്പ് സൂചിപ്പിച്ച വെനസ്വേലയിൽ കയറി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അവിടുത്തെ പിന്നെ ഭരണാധികാരിയെ രാജ്യം വല്ലാതാക്കിയിട്ട് കയറി സൈനിക നടപടി എടുത്ത് പിടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞ പോലെ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ചെയ്യുന്നത്. നേരെ ഒന്ന് എടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്, എന്നിട്ട് രാജ്യം തന്നെ അങ്ങ് പിടിച്ചെടുക്കുകയാണ്. എണ്ണ വലിയ റിസർവുള്ള രാജ്യമാണ് അല്ലേ, റിഫൈനറികളും റിസർവുള്ള രാജ്യമാണത്. അമേരിക്കയാണ് കൂടുതൽ റിഫൈനർ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ വെനസ്വേല ലോകത്തിലെ എണ്ണ ഉൽപ്പാദനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വലിയ സൈനിക ശേഷിയൊന്നുമില്ല. കുറച്ച് പട്ടാളക്കാരെ പിടിച്ച് രാജ്യം അങ്ങ് പിടിച്ചെടുത്ത് കളഞ്ഞു. അതിന്റെ മേധാവികളെ ഭരണാധികാരികളെയും പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ എണ്ണയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്ന എണ്ണ ഇതിനൊരു ബദൽ സംവിധാനം കഴിഞ്ഞ ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചില്ലേ, അടുത്ത സമയത്ത് പ്രഖ്യാപിച്ചല്ലോ, അമേരിക്കയ്ക്കൊന്നും പേടിക്കാനല്ല, ആരെയും പേടിക്കാനല്ല, ഞങ്ങളുടെ ഇഷ്ടം പോലെ എണ്ണ റിസർവ്, ഇഷ്ടം പോലെ എണ്ണ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ ആയുധങ്ങളുമുണ്ട്, ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഈ അന്താരാഷ്ട്ര വിദഗ്ധന്മാരൊക്കെ പറയുന്നത് ഇയാൾ ഇങ്ങനെ കുറച്ച് പൈസ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പൊടിച്ച് കളയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ലോകം മുഴുവൻ ഭീതിയിലാക്കി കഴിഞ്ഞാൽ, ലോകത്തിന് അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ ഭീതിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആയുധ കച്ചവടം നടക്കും. ഒരു പുള്ളി കച്ചവടക്കാരനാണല്ലോ, ഈ കച്ചവടക്കാരനാണ്. ഈ രാജ്യങ്ങളൊന്നും സമാധാനമായിട്ട് ഇപ്പം ഇന്ത്യൻ പട്ടാളം ഇതുവരെ യുദ്ധമൊന്നും ഇല്ലാന്ന് കരുതി നമ്മൾ സമാധാനമായിട്ടിരിക്കും അല്ലേ? പക്ഷെ ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സൈന്യത്തെ എക്യുപ്പ് ചെയ്യേണ്ടി വരും, എക്യുപ്ഡ് ആക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ പശ്ചിമേഷ്യ അടക്കം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം വളരെ ഭീതിയിലാണ്. അപ്പൊ പുതിയ സാങ്കേതിക സൗകര്യങ്ങളുള്ള അമേരിക്കൻ ആയുധങ്ങളൊക്കെ ഇവരൊക്കെ വാങ്ങിച്ചു കൂട്ടും. അതാണ് പുള്ളിയുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനിടയിലേക്ക് ആദായം കച്ചവടം പോലെ നമ്മൾ ഇപ്പൊ കട കാലിയാക്കൽ എന്നൊക്കെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ കിടക്കുന്ന സ്റ്റോക്ക് കിടക്കുന്ന സാധനങ്ങളൊക്കെ വിറ്റഴിക്കുക. ആയുധങ്ങൾ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് അവരുടെ ഇരിക്കുന്നത് അല്ലേ? അതെല്ലാം പറഞ്ഞില്ലേ, കുറച്ചൊക്കെ കാലപ്പഴക്കമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മോസ്റ്റ് മോഡേൺ സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ ആയുധ കച്ചവടത്തിന്റെ ഒരു സാധ്യത ഇതിനകത്ത് ഇയാൾ കണ്ടെത്തുകയാണെന്നാണ് ഒരു വിഭാഗം വിദഗ്ധന്മാർ പറയുന്നത്. ശരിയുമാണത് കേട്ടോ. സാർ, ശരിയായിരിക്കാം. പക്ഷേ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് ആകെ നാണം കെട്ട് നാറിയ ഒരവസ്ഥ, ഇനി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ എന്താകും അവസ്ഥ? അവിടെ യുദ്ധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ക്യൂബയെ പിടിക്കുന്നതിന് എന്തോ യുദ്ധമാണ്. ആകപ്പാടെ പുള്ളി നാണം കെട്ടത് ഇറാനിലാണ്. ഇറാനിൽ ശരിയാണ്, സംഭവം ശരിയാണ്. അവിടെ പുള്ളിക്ക് വലിയ ക്ഷീണമുണ്ടായി, ആരും ചെന്നില്ല. പുള്ളിയുടെ കൂട്ടുകാരും വിളിച്ചിട്ട് ചെന്നില്ല, തന്നെ അവിടെ തന്നെ പോയി കിടക്കുകയാണ്. അവിടുന്ന് എങ്ങനെയെങ്കിലും തലയൂരിപ്പോണം. തലയൂരിക്ക് ക്യൂബയെ പിടിച്ചെടുക്കുന്നതിന് വലിയ യുദ്ധം ബന്ധം പുള്ളിക്ക് വേണം. ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അമേരിക്കൻ ഇടപെടലുണ്ട്. പിന്നെ ചൈന എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാനൊക്കെ പറ്റില്ല കേട്ടോ. ചൈനയുടെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ പുള്ളിക്ക് തന്നെ അപമാനം പറ്റിയില്ലേ. ചൈനയിലൊക്കെ കച്ചവടം നടന്നു, അവിടെ വലിയ ബിസിനസ് ഡീലിനായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ബിസിനസ് സംഘവുമായിട്ടൊക്കെയാണ് പോയത്, അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി പറയാൻ ചൈന ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആയുധ കച്ചവടമൊക്കെ കൊള്ളാം, പുള്ളി താൻ കച്ചവടത്തിനായിട്ടാ വരുന്നത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് മട്ടിൽ തന്നെ അവർ സംസാരിച്ചത്. പക്ഷെ തൈവാനെ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞു. തൈവാനിലെങ്ങാണ് ഇടപെടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആയുധം കൊടുക്കാനായിട്ട് പുള്ളി റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. 2500 കോടി ഡോളറിന്റെ ആയുധങ്ങളും മറ്റേ തൈവാന് കൊടുക്കാൻ. എന്നിട്ട് മറ്റേ ചൈനയ്ക്കെതിരെ അവർ തമ്മിൽ അങ്ങനെ തർക്കമാണല്ലോ, അറിയാമല്ലോ. അതിന്റെ അവരുടെ ഭാഗമാണെന്നാണ് ചൈന പറയുന്നത്. അപ്പൊ അവിടെ കയറി പിടിക്കാനുള്ള ശ്രമം പുള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ചൈന കൃത്യമായി വാണിംഗ് കൊടുത്ത അത്തരം ആ പരിപാടി ഒന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ട് ചൈനയിൽ നിന്ന് ഒരു പിന്നെ മറ്റൊരു വ്യാപാരങ്ങളൊക്കെ നടന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമായിട്ടോ ഈ തൈവാൻ ഇഷ്യൂവിനകത്തോ ചൈനയുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ പ്രതികരണം കിട്ടിയെന്ന് തന്നെ എന്റെ പുള്ളിയെ വിരട്ടിയാകത്തിരിക്കുന്നു.
അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ നാണക്കേട് മാറ്റാനായിട്ടാണ് ഇനി എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ക്യൂബയിൽ കയറി അടിച്ചേക്കാന്ന് വിചാരിച്ചത്. ഇന്നലെ ഇറാന്റെ ഒരു മുന്നറിയിപ്പ് കണ്ടില്ല, അവർ പറഞ്ഞത് ഇനിയും ഞങ്ങളെ എങ്ങാനും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇന്നലത്തെ ഏറ്റവും പുതിയ പ്രസ്താവന അതാണ്. ഞങ്ങളുടെ ഈ സർപ്രൈസ് ഉണ്ട്, ഞങ്ങളുടെ അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് പറഞ്ഞത്. ലോകം ഭയന്നിരിക്കുകയാണ് ആ പ്രസ്താവന. അവർ ചെയ്യുകയും ചെയ്യും. എന്തുവാണ് സർപ്രൈസ് എന്ന് അറിയത്തില്ല, വല്ല ആണവായുധം ബന്ധപ്പെടണമെന്നും അറിയത്തില്ല. സർപ്രൈസിന് വേണ്ടി എന്തായാലും അവർ വെറുതെ പറഞ്ഞതായിരിക്കത്തില്ല എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്.